നമുക്ക് കിരണിന്റെയും കല്യാണിയുടെയും ഇന്നത്തെ നല്ലൊരു കഥ ആയിട്ടാലോ? അങ്ങനെ ഇന്ന് നമ്മൾ കാണുന്ന ഒടുവില് ജാനകിയെ ചോദ്യം ചെയ്യണ സിയെ സത്യം പറഞ്ഞു. ഈ തെങ്ങ് ഇവിടെ വെച്ചത് എപ്പോഴാ? കാർത്തിയുടെ കല്യാണത്തിന് ശേഷമാണെന്ന് ചോദിച്ചു. ഇത് കേട്ട് കഴിഞ്ഞപ്പോ ജാനകി ആരാ മോള്? ജാനകി പറഞ്ഞു, അല്ല സാറേ, ഈ തെങ്ങ് ഇവിടെ വെച്ചിട്ട് 1.5 മാസമായെന്ന് പറഞ്ഞു. 1.5 മാസോ? അതെ സാറേ, 1.5 മാസമായെന്ന് പറഞ്ഞു ഈ തെങ്ങ് ഇവിടെ വെച്ചിട്ട്. അല്ല, തെങ്ങ് ഇവിടെ വെക്കണ സമയത്ത് നിങ്ങൾ ഇവിടെ ഉണ്ടായിരുന്നു എന്ന് ചോദിച്ചു. എന്റെ സാറേ, ആ സമയത്ത് ഞാനിവിടെ ഇല്ലായിരുന്നു, വീട്ടിലില്ലായിരുന്നു, വന്നു കഴിഞ്ഞപ്പോഴറിഞ്ഞേ. അതുകൊണ്ട് കൃത്യമായിട്ടുള്ള ദിവസമൊന്നും പറയാനായിട്ട് എന്നെ കൊണ്ട് സാധിക്കില്ല എന്ന് പറഞ്ഞു. കാരണം കല്യാണി പറഞ്ഞിട്ടുണ്ടായിരുന്നുള്ള കാര്യങ്ങള്. ഒടുവിൽ സിയെ അങ്ങോട്ട് പോകാനായിട്ട് ഒരുങ്ങി. പിന്നീട് ജാനകിയോട് ചോദിച്ചു, അല്ല, ഈ തെങ്ങൊക്കെ, ഈ ഇപ്പോഴത്തെ തെങ്ങൊക്കെ ആൾക്കാർ വെക്കണതേ ഈ 3-ാം വർഷം കായ്ക്കും തെങ്ങ്, പെട്ടെന്ന് കായ്ക്കും തെങ്ങായിരിക്കും അല്ലേന്ന് ചോദിച്ചു. അത് കേട്ടപ്പോൾ ജാനകി പറഞ്ഞു, അതൊന്നും എനിക്കറിയില്ല സാറേ, അതിനെക്കുറിച്ച് കൂടുതലായിട്ടൊന്നും അറിയത്തില്ല. അങ്ങനെ പലതരം തെങ്ങുകളും കാര്യങ്ങളൊക്കെ ഉണ്ടല്ലോ എന്ന് പറഞ്ഞു. അങ്ങനെ സി ഐ അങ്ങോട്ട് വണ്ടിയിലേക്ക് കയറാൻ തുടങ്ങുന്ന സമയത്ത് ജാനകി ഒന്ന് തിരിഞ്ഞു നോക്കി. ജാനകിയുടെ മുഖത്തൊരു പതർച്ചയൊക്കെ ഉണ്ടായിരുന്നു. സി ഐ അത് മനസ്സിലാക്കുകയും ചെയ്തു. പക്ഷെ എന്ത് ചെയ്യാൻ പറ്റും, അവരങ്ങനെ പറഞ്ഞിട്ടുണ്ടെങ്കിൽ പിന്നെ ഒന്നും ചെയ്യാൻ പറ്റില്ലല്ലോ. ഒടുവിൽ സി ഐ അങ്ങോട്ട് വിടാൻ ഉദ്ദേശിച്ചിട്ടുണ്ടായിരുന്നില്ല. നേരെ തെങ്ങൊക്കെ വിൽക്കുന്ന ഒരു നേഴ്സറിയിലേക്ക് ചെല്ലുന്നത്. തെങ്ങും തൈ വിൽക്കുന്ന നേഴ്സറിയിലേക്ക് അവിടെ ചെന്ന് കഴിഞ്ഞിട്ട് അവിടുത്തെ ആളോട് ചോദിച്ചു, ചേട്ടാ, ഇവിടെ തെങ്ങും തൈയൊക്കെ വിൽക്കുന്നല്ലെന്ന് ചോദിച്ചു. അതെ, സാറിന് തെങ്ങും തൈ വേണോ? അതെ, 3-ാം വർഷം കായ്ക്കുന്ന നല്ല അടിപൊളി തെങ്ങും കാര്യങ്ങളൊക്കെ ഉണ്ട്, തരാന്ന് പറഞ്ഞു. അത് കേട്ട് കഴിഞ്ഞപ്പോ സി എ പറഞ്ഞു, ഞാൻ തെങ്ങും തൈ വാങ്ങാൻ വന്നല്ല, പക്ഷെ തെങ്ങും തൈ വാങ്ങിയ ഒരാളെ കുറിച്ച് അന്വേഷിക്കാൻ വേണ്ടി വന്നാന്ന് പറഞ്ഞു. അതാരാ സാറേ? നിനക്ക് ആ RS കൺസ്ട്രക്ഷൻസിനെ കിരണിനെ അറിയോ? MD-നെ അറിയാ സാറേ എന്ന് പറഞ്ഞു. അയാൾ ഈ അടുത്ത കാലത്ത് എങ്ങനെ ഇവിടെ വന്ന് തെങ്ങും തൈ മേടിച്ചോന്ന് ചോദിച്ചു. ഏ, അല്ല, ആ സാറ് വാങ്ങിയിട്ടില്ല. ആ സാറിന്റെ ഭാര്യയുടെ ചേച്ചിയുടെ ഭർത്താവ് വന്ന് വാങ്ങിയിട്ടുണ്ടെന്ന് പറഞ്ഞു. ഓ, രതീഷ് ആയിരിക്കും അല്ലേ? ആ, പേര് ഞാൻ കൃത്യമായിട്ട് ഓർക്കുന്നില്ല സാറേ എന്ന് പറഞ്ഞു. അല്ല, അതെന്നാ വാങ്ങിയെന്ന് ചോദിച്ചു. എത്ര നാളായെന്ന് ചോദിച്ചു. അപ്പോഴേക്കും അയാളിങ്ങനെ ആലോചിച്ചിട്ട് ഇങ്ങനെ ഒന്ന് ചിന്തിച്ചിട്ട് ഇങ്ങനെ പറഞ്ഞു, അതെ സാറേ, അത് 2-3 മാസം ആയി കാണുന്നു പറഞ്ഞു. 3 മാസം? അതെ, കിരൺ സാർ വന്ന് പറഞ്ഞിട്ടുണ്ടായിരുന്നു, ആര് ചോദിച്ചാലും 3 മാസമായി തെങ്ങും തൈ മേടിച്ചെന്ന് പറയാനായിട്ട്. അപ്പൊ കിരൺ നേരത്തെ എറിഞ്ഞിട്ടുണ്ട് കാര്യങ്ങളൊക്കെ. ഇനി അത് മാറ്റി പറയുമെന്ന് ചോദിച്ചു. ഇല്ല സാറേ, 3 മാസത്തോളം ആയെന്ന് പറഞ്ഞു. ശരിയെന്ന് പറഞ്ഞിട്ട് അയാളെ നോക്കി. തന്റെ പേരെന്താന്ന് ചോദിച്ചു. ശിവശങ്കരൻ. ഭഗവാന്റെ പേരൊക്കെ ആണല്ലോടോ. എന്നിട്ടോ, നാവ് ഉളുക്കുന്നുണ്ടോന്ന് ചോദിച്ചു. ഇല്ല സാറേ, അങ്ങനെയൊന്നും ഇല്ലാന്ന് പറഞ്ഞു. എങ്കിൽ ശരി, ഇനിയിപ്പോ പറഞ്ഞൊന്ന് മാറ്റി പറയരുതെന്ന് പറഞ്ഞു. അങ്ങനെ ഞാൻ മാറ്റി പറയേണ്ട കാര്യമൊന്നും ഇല്ലാന്ന് പറഞ്ഞു. അല്ലടോ, ഈ തെങ്ങും തൈ ആൾക്കാർ കൂടുതലായിട്ട് നടന്ന എപ്പോഴാ ഒരു തെങ്ങും തൈയൊക്കെ വെക്കുന്നേ? ആൾക്കാർ മരിച്ചു കഴിയുമ്പോൾ വെക്കത്തില്ലെന്ന് ചോദിച്ചു. അങ്ങനെ വെക്ക് സാറേ, മരിച്ചു കഴിഞ്ഞിട്ട് പിന്നെ അടക്കണ സമയത്ത് അതിന് മുകളിൽ കൊണ്ട് തെങ്ങും തൈ വെക്കും. ഹിന്ദുക്കളുടെ ആചാരപ്രകാരം അങ്ങനെയൊക്കെ ചെയ്യുന്ന സാറേ എന്ന് പറഞ്ഞു. അപ്പൊ താൻ ആൾക്കാർ മരിക്കാൻ പ്രാർത്ഥിക്കാറുണ്ടോന്ന് ചോദിച്ചു. അതെന്താ? അല്ല, അങ്ങനെ മരിച്ചു കഴിയുമ്പോൾ തനിക്ക് കച്ചവടം കിട്ടുമല്ലോ. കാരണം ആ വളവേറ്റ് വളരുന്ന തെങ്ങും തൈയില് ഇഷ്ടം പോലെ കായ്ഫലങ്ങളും കാര്യങ്ങളൊക്കെ ഉണ്ടാവുമല്ലോ അല്ലേ എന്നൊക്കെ ചോദിച്ചു. സാറേ, അത് പിന്നെ എന്ന് പറഞ്ഞാൽ ഞാൻ അങ്ങനെ പ്രാർത്ഥിക്കാറൊന്നും ഇല്ലാന്ന് പറഞ്ഞു. ശരി, ആയിക്കോട്ടെ എന്ന് പറഞ്ഞിട്ട് അങ്ങോട്ട് പോയിട്ട് അയാൾ തിരിഞ്ഞു നിന്നിട്ട് ചോദിച്ചു, എന്താടോ തന്റെ മുഖത്തൊരു പതർച്ച? ഒന്നുമില്ല സാറേ എന്ന് പറഞ്ഞു. ഒടുവിലെ CI നേരെ പോലീസ് സ്റ്റേഷനിലേക്ക് ചെല്ലുവാണ്. വേലുവിനെയും രതീഷിനെയും പിടിച്ചെടുത്ത് ചോദ്യം ചെയ്യുക. സത്യം പറഞ്ഞു, എന്താ സംഭവിച്ചത്? സത്യം പറയുന്ന നിനക്കൊക്കെ നല്ലത്. പിന്നെ കോടതി ഹാജരാക്കണ സമയത്ത് ഈ മുഖത്ത് പാടൊക്കെ ഉണ്ടെങ്കിൽ അത് ഭയങ്കര ബുദ്ധിമുട്ടായിരിക്കും വേലു. അതുകൊണ്ട് ഉള്ള കാര്യം പറയണം നല്ലത്. ഗംഗാപ്രസാദ് മരിച്ചെന്നുള്ള കാര്യം മനസ്സിലായി. ഗംഗാപ്രസാദിനെ കൊന്ന ആരാന്ന് ഞങ്ങൾക്ക് അറിയേണ്ടതുള്ളൂ. നീയൊക്കെ സത്യം പറഞ്ഞില്ലെങ്കിൽ നിന്റെയൊക്കെ ബോസ് ഉണ്ടല്ലോ കിരണ, അവനെ ഞാൻ അങ്ങോട്ട് പ്രതിയാക്കുമെന്ന് പറഞ്ഞു. അത് കേട്ടപ്പോൾ വേലുവിന് വല്ലാത്തൊരു ബുദ്ധിമുട്ടായി. തന്റെ കിരൺ സാർ ഒരു കാരണവശാലും ജയിലിൽ പോയി കിടക്കാനുള്ളവനല്ല. കിരൺ സാറിനെ രക്ഷിച്ചേ മതിയാവുള്ളൂ. എന്താടാ ആലോചിക്കുന്നത്? നിന്നോടൊക്കെയല്ലേ കാര്യങ്ങൾ പറയാൻ പറഞ്ഞേ. അപ്പോഴേക്കും വേലു പറഞ്ഞു, സാറേ, ഞാൻ ആ ഗംഗാപ്രസാദിനെ കൊന്നേന്ന് പറഞ്ഞു. രതീഷയുടെ അന്താളിപ്പോടുകൂടി വേലുവിനെ നോക്കുകയാണ്. നീയോ? അത് സാറേ, ഞാൻ ആ കൊന്നേന്ന് പറഞ്ഞു. ആഹാ, അപ്പൊ നീ കുറ്റം ഏറ്റെടുക്കും അല്ലേന്ന് ചോദിച്ചു. അതിന് മറുപടിയൊന്നും പറഞ്ഞില്ല. ആ സമയത്ത് CA പറഞ്ഞു, എന്താണെങ്കിലും ഗംഗാപ്രസാദിന്റെ കൊലയാളിയായിട്ട് ഒരു പ്രതിയെ കിട്ടിയല്ലോ. ഇനി കാര്യങ്ങളൊക്കെ നീ അങ്ങോട്ട് പറ, എങ്ങനെ നീ അവനെ ഇല്ലാതാക്കിയെന്ന് ചോദിച്ചു. അപ്പോഴേക്കും വേലു പറഞ്ഞു, അടികൊണ്ട് അവശനായിട്ട് വരുന്ന കണ്ടു കഴിഞ്ഞപ്പം ഞാൻ അവിടെ പതുങ്ങിയിരുന്നിട്ട് അവിടെ കിടന്നൊരു കമ്പിവടി എടുത്ത് അവന്റെ തലക്കിട്ടടിക്കുവതെ. ഓഹോ, അപ്പൊ തലയോട്ടി പൊട്ടിയാണ് അവൻ മരിച്ചിരിക്കുന്ന അല്ലേന്ന് ചോദിച്ചു. അത് സാറേ, അങ്ങനെയാന്ന് പറഞ്ഞു. ഓ, അപ്പം ഒരുപക്ഷെ അവനെ ഇടിച്ചിഞ്ച പരുവാക്കിയത്
കിരൺ ആയിരിക്കുമല്ലോ അല്ലേന്ന് ചോദിച്ചു. അതിനെക്കുറിച്ചൊന്നും എനിക്കറിയില്ല സാറേ എന്ന് പറഞ്ഞു. എന്നിട്ട് നീ ആ ബോഡി എന്ത് ചെയ്തെന്ന് ചോദിച്ചു. അത് കേട്ട് കഴിഞ്ഞപ്പോൾ വേലു പറഞ്ഞു, ബോഡി അതിനെക്കുറിച്ച് എനിക്ക് അറിയില്ല സാറേ എന്ന് പറഞ്ഞു. അറിയത്തില്ലെന്നോ? ആരുമില്ലാത്തൊരു ഗോഡൌണിൽ വെച്ച സാറേ ഞാനത് ചെയ്തേ. കുറ്റം ചെയ്തെന്ന് ഞാൻ സമ്മതിച്ചല്ലോ, പിന്നെ എനിക്കറിയില്ല എന്ന് പറഞ്ഞു. അപ്പോഴേക്കും സി അയച്ചു, അല്ല നിങ്ങൾ അന്ന് ആ ഓഡിറ്റോറിയത്തിൽ അവിടെ വെച്ച് കിരൺ കാർ എടുത്തോണ്ട് പിന്നാമ്പുറത്തേക്ക് വരുന്നുണ്ട്. സത്യം പറ, നിങ്ങൾ ആ ബോഡി മറവ് ചെയ്യാൻ കൊണ്ടുപോയതല്ലേന്ന് ചോദിച്ചു. അപ്പോഴേക്കും രതീഷ് സാറേ അത് കുറച്ച് സാധനങ്ങളൊക്കെ കൊണ്ടുപോകാനുണ്ടായിരുന്നു, അതിന് വേണ്ടിയിട്ടാ വണ്ടി പിന്നാമ്പുറത്തേക്ക് കൊണ്ടുവന്നേന്ന് പറഞ്ഞു. ഇപ്പൊ നീ തൽക്കാലത്തേക്ക് രക്ഷപ്പെട്ടു. പക്ഷേങ്കിലും ഒരു കാര്യമുണ്ട്, നീ കുറ്റം സമ്മതിച്ചാൽ അറിയാലോ പിന്നെ എന്താ സംഭവിക്കാൻ പെടുന്ന. നീ കുറ്റം സമ്മതിച്ചോണ്ട് നീ ആയിരിക്കും ഒന്നാം പ്രതി എന്ന് പറഞ്ഞിട്ട് സി ഐ അങ്ങോട്ടേക്ക് പോവുകയാണ്. ഈ സമയത്ത് വേലുവിനോട് രതീഷ് ചോദിച്ചു, എടാ നീ എന്തിനാ ഇങ്ങനെയൊക്കെ പറഞ്ഞു? നീയല്ലല്ലോ ചെയ്തതെന്ന് പറഞ്ഞു. അതെ, കിരൺ സാറിനെ രക്ഷിക്കണമായിരുന്നു, അല്ലാതെ എനിക്ക് വേറൊരു മാർഗമില്ലായിരുന്നു. അതുകൊണ്ടാണ് ഞാൻ കുറ്റം അങ്ങോട്ട് സമ്മതിച്ചേ. കുറ്റം സമ്മതിക്കാതിരുന്നിട്ടുണ്ടെങ്കിൽ ശരിയാകത്തില്ല എന്ന് പറയണം. ഇതേ സമയത്ത് കിരൺ കാദംബരിയുടെ അടുത്തേക്ക് എന്നിട്ട് പറഞ്ഞു, കാദംബരി ഞാൻ എന്തായാലും പോലീസ് സ്റ്റേഷൻ വരെ പോവുക. വേലുവിനെയും രതീഷിനെയും പോലീസ് ചോദ്യം ചെയ്യാൻ പിടിച്ചോണ്ട് പോയിട്ടുണ്ടെന്ന് പറഞ്ഞു. അല്ലെ എന്തിനാ അവരെയൊക്കെ പിടിച്ചോണ്ട് പോകുന്നതെന്ന് ചോദിച്ചു. അതെ, നീ അറിയത്തില്ലാത്ത പല കാര്യങ്ങളും നടന്നിട്ടുണ്ട്. പക്ഷെ ഞാൻ അങ്ങോട്ട് പോയെന്നുള്ള കാര്യം കല്യാണി ഒരു കാരണവശാലും അറിയാൻ പാടില്ല. കല്യാണിക്കല്ലേ തന്നെ ഭയമുണ്ട്, പോലീസുകാർ വിളിച്ചെന്നെ ചോദ്യം ചെയ്യുമോ, എനിക്ക് എന്തെങ്കിലും സംഭവിക്കുമോ എന്നൊക്കെ. ഇനിയിപ്പോൾ ICUയിലായതുകൊണ്ട് ഇടയ്ക്കിടയ്ക്കല്ലേ ആൾക്കാർക്ക് കല്യാണിയെ കാണാൻ കയറാൻ പറ്റുള്ളൂ. ഒരു പക്ഷെ നിന്നോട് എന്തെങ്കിലും ചോദിച്ചിട്ടുണ്ടെങ്കിൽ ആ സമയത്ത് ഞാൻ പുറത്തു പോയെന്നോ അങ്ങനെ എന്തെങ്കിലുമൊക്കെ നീ പറഞ്ഞാൽ മതി എന്ന് പറഞ്ഞു. കാദംബരിയോട് ചോദിച്ചു, പ്രശ്നമുണ്ടോ കിരണെന്ന് ചോദിച്ചു. അതെ, പ്രശ്നമുണ്ടോ ഇല്ലയെന്ന് അറിയത്തില്ല, ഞാൻ അങ്ങോട്ടേക്ക് ചെല്ലട്ടെ. ഇനിയിപ്പം ഞാൻ വന്നില്ലെങ്കിൽ പോലും നീ എന്തെങ്കിലുമൊക്കെ പറഞ്ഞ് കല്യാണിയുടെ മനസ്സ് മാറ്റിക്കണം. ഒരു കാരണവശാലും കല്യാണിയുടെ മനസ്സിൽ വിഷമം കൊടുക്കരുതെന്ന് പറഞ്ഞു. അതും പറഞ്ഞിട്ട് കിരൺ അവിടെ നിന്ന് നേരെ പോലീസ് സ്റ്റേഷനിലേക്ക് പോരുവാണ്. അങ്ങനെ വന്ന് CI കിരണിനെ ചോദ്യം ചെയ്യണം. പിന്നീട് കിരണിനോട് പറഞ്ഞു, വേലു എന്താളും കുറ്റം സമ്മതിച്ചിട്ടുണ്ട്. ആ ഗംഗാപ്രസാദ് തലക്കടിച്ചു കൊന്ന വേലു വന്ന്. അത് കേട്ടപ്പോൾ കിരൺ പറഞ്ഞു, അയ്യോ അത് വെറുതെ സാറേ, ഞാൻ അവനെ ഇല്ലാതാക്കിയെന്ന് പറഞ്ഞു. നിങ്ങൾ ഇങ്ങനെ തുടങ്ങിയിട്ടുണ്ട് എങ്ങനെയാ ശരിയാന്നേ? എന്താണെങ്കിലും അവൻ കുറ്റസമ്മതം നടത്തി. എന്നിട്ട് ഇനിയിപ്പോൾ എനിക്ക് അറിയേണ്ട ഒരു കാര്യം, ആ ബോഡി എന്ത് ചെയ്തെന്നുള്ളതാണ്. ഇത് കേട്ട് കഴിഞ്ഞപ്പോഴത്തേനും കിരൺ പറഞ്ഞു, അതിനെക്കുറിച്ച് എനിക്കൊന്നും അറിയില്ല എന്ന് പറഞ്ഞു. ഞങ്ങൾക്കൊന്നും അറിയില്ല സാറേ എന്ന് പറഞ്ഞു. വേലു പറഞ്ഞല്ലോ ആ ബോഡി പുഴയെ കെട്ടി താഴ്ത്തിന്ന്. അത് കേട്ടുകഴിഞ്ഞപ്പോൾ കിരൺ ഒരു നിമിഷം ആലോചിച്ചു. കാരണം കൊന്നിട്ട് ബോഡി ഒളിപ്പിക്കാന്ന് പറഞ്ഞാൽ അത് അതിനേക്കാളും കൂടുതൽ വലിയ ശിക്ഷയാണ്. ഇത് ഇവിടെ പറയാനായിട്ട് പാടില്ല, അതുകൊണ്ടാണ് കിരണൊന്നും അറിയില്ല എന്ന് പറഞ്ഞേ. എന്താടോ തന്നോട് ചോദിച്ചതിന് ഉത്തരം ഇല്ലെന്ന് ചോദിച്ചു. എനിക്കറിയില്ല സാറേ, ഞാൻ അങ്ങനെ ചെയ്തിട്ടില്ല. ഇനിയിപ്പോൾ വേലു അങ്ങനെ ചെയ്തിട്ടുണ്ടോന്ന് അറിയില്ല എന്ന് പറഞ്ഞു. ഓ അപ്പൊ അങ്ങനെയാണല്ലേ. എടോ കിരണേ, എനിക്ക് തന്നെക്കുറിച്ച് നല്ല മതിപ്പുണ്ടായിരുന്നു. താൻ ഇതിനായിട്ട് ഒരു ബ്ലാക്ക് ലിസ്റ്റ് പേരുള്ള ആളൊന്നും അല്ല, നല്ലൊരാളാണ്. RS കൺസ്ട്രക്ഷൻസിന്റെ MD ആണ്. ഒരു പക്ഷെ ഞാനൊരു വീട് പണിയുവാണെങ്കിൽ അത് തന്നെ ഏൽപ്പിക്കുകയും ചെയ്യത്തുള്ളൂ. കാരണം താൻ അത്ര ഡീസൻ്റ് ആണെന്നുള്ള കാര്യങ്ങളൊക്കെ എനിക്കറിയാം. പക്ഷെ ഇവിടെ സത്യം പറഞ്ഞാൽ മതിയാവുള്ളൂ പറഞ്ഞു. കിരൺ പറഞ്ഞു, പറഞ്ഞല്ലോ കാര്യങ്ങളൊക്കെ പറഞ്ഞല്ലോ, അവിടെ വെച്ച് അവനെ ഇടിച്ച് ഒരു പരുവാക്കി. അതിനുശേഷം അവനെ തലക്കടിച്ച് കൊലപ്പെടുത്തിയില്ലേ? എന്നിട്ട് എന്താ സംഭവിച്ചേ? അതിനെക്കുറിച്ച് പിന്നെ ഒന്നും അറിയത്തില്ല. കാരണം താലി കെട്ട് സമയമായിരുന്നു കാർത്തികയുടെ. അപ്പൊ എല്ലാവരും അന്വേഷിക്കുന്നുണ്ടായിരുന്നു, കല്യാണി ഇടയ്ക്കിടയ്ക്ക് വിളിക്കുന്നുണ്ടായിരുന്നു. പിന്നെ ഞങ്ങൾ അങ്ങോട്ടേക്ക് പോയി താലികെട്ടും കാര്യത്തിനും ഒക്കെ. അതിനുശേഷം വന്നു കഴിഞ്ഞപ്പോൾ പിന്നീട് ബോഡി ഒന്നും കണ്ടില്ല എന്ന് പറഞ്ഞു. അല്ല അപ്പൊ ബോഡി എന്താ ആരാ മാറ്റിയെന്ന് നിങ്ങൾക്ക് അറിയില്ലെന്ന് ചോദിച്ചു. എനിക്കറിയില്ല സാറേ എന്ന് പറഞ്ഞു. ശരി ശരി, എന്താണെങ്കിലും തന്നെ ഞാൻ ലോക്കപ്പിൽ ഇടാനായിട്ട് പോവാ. ഇത് കേട്ടപ്പോൾ കിരൺ പറഞ്ഞു, എനിക്ക് ലോക്കപ്പിൽ കിടക്കുന്നുണ്ട് ഒരു ബുദ്ധിമുട്ടില്ല സാറേ. പക്ഷെ ഒരു കാര്യമുണ്ട്, എൻ്റെ കല്യാണി ഹോസ്പിറ്റലാണ്, അവൾ ഒന്നും ഡിസ്ചാർജ് ആയിക്കോട്ടെ. ഡിസ്ചാർജ് ആയി വീട്ടിൽ വന്നതിന് ശേഷം എന്ത് വെള്ളം സാറ് ചെയ്തോളാൻ പറഞ്ഞു. എടോ അങ്ങനെയൊന്നും ചെയ്യാൻ പറ്റില്ല, ഇപ്പൊ തന്നെ ലോക്കപ്പിൽ ഇടുമെന്ന് പറഞ്ഞു. സാറേ അവനെക്കുറിച്ച് അറിയാലോ, ഗംഗാപ്രസാദിനെ കുറിച്ച്. അവനൊരു കൊടും ക്രിമിനലായിരുന്നു പറഞ്ഞു. എനിക്കറിയാം അതിനെക്കുറിച്ചൊക്കെ. പക്ഷെ നിങ്ങൾ അത് ചെയ്ത സമയത്ത് നിങ്ങൾക്ക് അതിനൊരു സാഹചര്യം ഉണ്ടായി കാണുമല്ലോ. കിരൺ പറഞ്ഞു, സാറേ ശരിക്കും പറഞ്ഞാൽ ഞാൻ അവനെ ഇടിച്ചതിന് കാരണമുണ്ട്. കല്യാണം നടക്കുന്ന സമയത്ത് അവൻ അങ്ങോട്ടേക്ക് വന്നു. കാർത്തിയെ ദിലീപിനെ കൊല്ലാനായിട്ട് ഷൂട്ട് ചെയ്യാൻ ഒരുങ്ങുന്ന സമയത്താണ് ഞാൻ അവനെ ഇടിച്ച് ഇഞ്ചപ്പരുവാക്കിയിട്ടത്. എടോ അങ്ങനെയാണെങ്കിൽ ആ സമയത്ത് അത് പോലീസിൽ അറിയിക്കണമായിരുന്നു. അവനെ നിങ്ങൾ കൊന്നെങ്കിൽ പോലും ആ സമയത്ത് പോലീസിൽ അറിയിക്കുമായിരുന്നെങ്കിൽ പിന്നെ നിങ്ങൾ കോടതിയിൽ എത്തിക്കഴിയുമ്പോൾ രക്ഷപ്പെടായിരുന്നു. കാരണം വലിയ വില ഒന്നും കിട്ടത്തില്ല ഈ കേസിന്. രക്ഷപ്പെടാൻ വേണ്ടി അല്ലെങ്കിൽ അവരെ രക്ഷപ്പെടുത്താൻ വേണ്ടി ചെയ്തതാന്ന് അറിഞ്ഞിട്ടുണ്ടെങ്കിൽ പിന്നെ ഈസി ആയിട്ട് ഇറങ്ങി പോരായിരുന്നു. പക്ഷെ അതിന് പകരം നിങ്ങൾ എന്താ ചെയ്തതെന്ന് ചോദിച്ചു. അതിനുശേഷം പറഞ്ഞൊരു കാര്യം ചെയ്യാം, ഇയാളെ കൊണ്ട് ലോക്കപ്പ് ചെയ്യാനായിട്ട് SIയോട് പറയണം. അങ്ങനെ ഒടുവിൽ കിരണിനെ കൊണ്ട് ലോക്കപ്പിലേക്ക് വന്നു. SI പറഞ്ഞു,
എൻ്റെ പൊന്നു സാറേ എനിക്കൊന്നും ചെയ്യാൻ പറ്റില്ല. ഇപ്പോഴത്തെ സിയയുടെ സ്വഭാവം അറിയാലോ, ഒരു വൃത്തിയുടെ സ്വഭാവമാണ്. ചിലപ്പോൾ എന്നെയും കൂടെ പിടിച്ച് ലോക്കപ്പിൽ ഇട്ടെന്ന് വരുമെന്ന് പറഞ്ഞു. കിരൺ പറഞ്ഞു, കല്യാണിയുടെ കാര്യം ഓർത്തിട്ട് എനിക്കിപ്പോൾ ടെൻഷനുള്ളൂ. സാരമില്ല, നിയമം നിയമത്തിൻ്റെ വഴി തന്നെ നടക്കട്ടെ എന്ന് പറഞ്ഞു. അങ്ങനെ കിരണെ ലോക്കപ്പ് ചെയ്യുവാണ്. അപ്പോൾ കിരണ് സൈഡ് പറഞ്ഞു, അവരെ അങ്ങ് പറഞ്ഞു വിട്ടേക്കാൻ പറഞ്ഞു. സാറേ എനിക്കങ്ങനെ ചെയ്യാൻ പറ്റില്ലെന്ന് പറഞ്ഞു വേലുവിനും രതീഷിനെ. ഒടുവിൽ അതിനകത്ത് ചെല്ലുന്ന സമയത്ത് കിരണിനോട് വേലു പറഞ്ഞു, സാറേ ഞാൻ കുറ്റസമ്മതം നടത്തിയായിരുന്നു, ഞാൻ അവൻ്റെ തലക്കടിച്ചെന്ന് പറഞ്ഞായിരുന്നു. എന്തിനാ വേലു, നീ എന്തിനാ അങ്ങനെ ചെയ്തേന്ന് ചോദിച്ചു. സാറ് ഒരു കാരണവശാലും ലോക്കപ്പിൽ കിടക്കാൻ പാടില്ല, അതുകൊണ്ടാ. ഇത് കേട്ട് കഴിഞ്ഞപ്പോൾ കിരൺ പറഞ്ഞു, അതിൻ്റെ ആവശ്യമൊന്നും ഉണ്ടായിരുന്നില്ല വേലു. നിനക്ക് എന്തെങ്കിലും സംഭവിച്ചു പോയിട്ടുണ്ടെങ്കിൽ പിന്നെ അമലുവിനും നിന്റെ മാമിക്കൊക്കെ ആരാ ഉള്ളേ, അവരോടൊക്കെ കാര്യങ്ങൾ പറഞ്ഞാൽ മനസ്സിലാക്കാവുന്നുള്ളൂ. അവര് ഒരു കാരണവശാലും എതിർക്കത്തില്ല, കാരണം നല്ലൊരു കാര്യമെന്ന് അവർ പറയത്തുള്ളൂ. കിരൺ സാറിന് ഒരു കാരണവശാലും പോലീസ് ലോക്കപ്പിൽ കയറ്റാൻ സമ്മതിക്കില്ല എന്ന് പറഞ്ഞു. രതീഷ് പറഞ്ഞു, അത് ശരിയാ, കിരൺ സാർ പുറത്തുണ്ടായിരിക്കാം, എങ്കിലല്ലേ ഞങ്ങളെയൊക്കെ രക്ഷിക്കാൻ പറ്റുള്ളൂ എന്ന് പറഞ്ഞു. കിരൺ പറഞ്ഞു, ബോഡി എന്ത് ചെയ്തെന്ന് എന്നോട് ചോദിച്ചു. ഞാൻ പക്ഷെ ഒന്നും ചെയ്തില്ല, എനിക്കൊന്നും അറിയില്ല എന്ന് പറഞ്ഞേ. അല്ല വേലു അത് പുഴയെ കെട്ടി താത്തിന്ന് മറ്റു പറഞ്ഞു. ഇല്ല സാറേ, ഞാൻ അങ്ങനെയൊന്നും പറഞ്ഞിട്ടില്ല എന്ന് പറഞ്ഞു. ഓ, അപ്പം അത് അയാൾ ഉണ്ടാക്കിയതാന്നുള്ള കാര്യം മനസ്സിലായി. നീ പേടിക്കണ്ട വേലു, എനിക്കൊന്നും സംഭവിക്കാനൊന്നും പോകുന്നില്ല. അല്ല സാറേ, അത് പിന്നെ നീ ധൈര്യമായിട്ടിരിക്കുക. എന്താണെങ്കിലും അച്ഛനൊക്കെ പുറത്ത് സ്ട്രോങ് ആയിട്ടുണ്ടല്ലോ, അതുകൊണ്ട് പേടിക്കേണ്ട കാര്യമൊന്നുമില്ല, വരുന്നിടത്ത് വെച്ച് കാണാം എന്നൊക്കെ പറഞ്ഞ് കിരൺ അവരെ ആശ്വസിപ്പിക്കുകയാണ്. വേലുവിന് ആകെപ്പാടെ ടെൻഷനായിരുന്നു. കാരണം കിരൺ സാർ എങ്ങാനും ഇതിനകത്തേക്ക് പെട്ടുപോയിട്ടുണ്ടെങ്കിൽ താനാണ് പിന്നെ ഒരു പ്രശ്നമില്ലല്ലോ എന്നൊക്കെ ഒരു ചിന്തയായിരുന്നു. പിന്നീട് കിരൺ പറഞ്ഞു, എടാ വേലു, നിനക്ക് ചിലപ്പോൾ ജാമ്യം പോലും കിട്ടിയെന്ന് വരത്തില്ല എന്ന് പറഞ്ഞു. കിട്ടണ്ട സാറേ, ഞാനിവിടെ കുറച്ച് ദിവസം ജയിലിൽ കിടന്നോളാം, ജയിലിൽ കിടന്നോടത്തോട് ഒന്നും സംഭവിക്കാനൊന്നും പോകുന്നില്ല. എൻ്റെ മാമനെ കൊന്നോലല്ലേ അവനെ പിന്നെ കൊന്നതിൻ്റെ പേരിൽ ശിക്ഷ അനുഭവിക്കാനായിട്ട് ഞാൻ തയ്യാറാന്ന് പറയണം. അപ്പോൾ അതിൻ്റെ വിശേഷങ്ങളൊക്കെയാണ് കാണുന്നത്. ഇതിൻ്റെ ബാക്കി വിശേഷങ്ങളുമായിട്ട് വൈകുന്നേരത്തെ പ്രമോയി വരാട്ടോ. ഒരിക്കൽ കൂടി എല്ലാവർക്കും ശുഭദിനം നേർന്നുകൊണ്ട് നിർത്തുന്നു.